കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവതരിപ്പിച്ചു. ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റാണ് ശനിയാഴ്ച അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും വീടിനും കൃഷിക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗം എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടപ്പിലാക്കിയ പദ്ധതികൾ നമ്മുടെ ജില്ലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വലിയ രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ട്. നമുക്കറിയാം, SSLC +2 റിസൾട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ നടപ്പിലാക്കിയ സ്മൈൽ പദ്ധതി, അത് കുട്ടികൾക്ക് നന്നായി പരീക്ഷയെ ഭയപ്പെടാതെ പരീക്ഷ എഴുതുന്നതിനും അവർക്ക് നന്നായി മാർക്ക് വാങ്ങി വിജയിക്കുന്നതിനും ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷക്കാലം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ SSLC റിസൾട്ട് വരുമ്പോൾ 1ാം സ്ഥാനത്തോ, കഴിഞ്ഞ ഒരു വർഷമാണ് നമ്മൾ 2ാം സ്ഥാനത്ത് സംസ്ഥാനത്ത് പോയിട്ടുള്ളത്. ആ 2ാം സ്ഥാനം എന്നുള്ളത് തന്നെ ചെറിയൊരു പോയിന്റ് വ്യത്യാസമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ജില്ലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. 152,82,13,968 രൂപ വരവും 153,16,83,000 രൂപ ചെലവും 2,65,30,968 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾക്ക് 25.48 കോടിയും സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 11.88 കോടിയും കൃഷിക്ക് 2.86 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഫാമുകൾക്ക് 3.47 കോടി രൂപയും ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി നൽകാൻ 2 കോടി രൂപയുമാണ് വകയിരുത്തിയത്. ബഡ്സ് സ്കൂളുകൾക്ക് 50 ലക്ഷവും ബഡ്സ് ബാൻഡ് ഗ്രൂപ്പുകൾക്ക് 15 ലക്ഷം രൂപയും പരിഗണിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകളുടെ പദവി പഠനങ്ങൾക്ക് 3 ലക്ഷവും അവർക്ക് ഭവന നിർമ്മാണത്തിനായി 3 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. എല്ലാ മേഖലകൾക്കും അർഹമായ പരിഗണന ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബിനോയ് കുര്യൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.